എല്ലാവരും എന്നാ അകത്തേക്ക് കയറ്. പാർവതി അത് പറഞ്ഞുകൊണ്ട് നടന്നു. അമ്മ നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയിരുന്നില്ല. തലയും താഴ്ത്തി അതേ നിൽപ്പായിരുന്നു. ആദ്യം ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അകത്തേക്ക് കയറാൻ നോക്കി. മുന്നോട്ട് നടന്ന് അമ്മുവിന്റെ അരികിലെത്തിയതും ആദ്യം ഒന്ന് നിന്നു. എന്നിട്ട് അമ്മുവിനെ നോക്കി. എന്നാൽ അവളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഇല്ലാത്തത് കണ്ടതും ആദ്യം നടന്നു. ആദ്യം മുന്നോട്ട് നടന്നതും അമ്മു ആദിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ആദ്യ തിരിഞ്ഞു നോക്കിയതും ഒരു പൊട്ടിക്കരച്ചിലോടെ അമ്മു ആദിയെ ഇറുക്കെ പുണർന്നു. അവന്റെ കൈകൾ കൊണ്ട് അവളെ വലം ചെയ്യാൻ അധികം സമയം വേണ്ടി വന്നില്ല. ആദിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആ സമയം. സോറി എന്ന് പറഞ്ഞ് കരയുന്ന അമ്മുവിനെ ആദി വീണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എല്ലാവരും ഒരു ചിരിയോടെ അത് നോക്കി നിന്നു. എന്നാൽ അമ്മുവിനെ ചുട്ടിരിക്കാനുള്ള അഗ്നിയായിരുന്നു എൽഡയുടെ കണ്ണിൽ. അമ്മു. കുറച്ചു നേരം അങ്ങനെ നിന്നതിനു ശേഷം അമ്മുവിൽ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ആദി വിളിച്ചു. അമ്മു നിറകണ്ണുകളാലെ ആദിയെ നോക്കി. ആദി അമ്മുവിനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. എന്നോട് പറയായിരുന്നില്ലേ? ചുണ്ടു പിളർത്തിക്കൊണ്ട് അമ്മു ചോദിച്ചു. അത് നീ സമ്മതിച്ചോ കുട്ടിപ്പിശാശേ? ആദി അത് പറഞ്ഞപ്പോ അമ്മു തല താഴ്ത്തി. പെട്ടെന്ന് അമ്മ ഉയർന്നു പൊന്തി ആദിയുടെ നെറ്റിയിലും കവിളിലും ഒക്കെ ഉമ്മ കൊടുത്തു. ഒരു നിമിഷം ആദി എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നിന്നു. എൽഡ ഇതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എൽഡ പോകുന്നത് കണ്ട് അബിയുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി ഉണ്ടായി. മറ്റുള്ളവർ ചിരിയോടെ നോക്കി നിന്നു. വിവാഹം കഴിയാത്ത യുവതി യുവാക്കളുണ്ടിവിടെ, അതൊന്ന് നിങ്ങൾ ഓർക്കണം. ഒന്ന് ചുമച്ചുകൊണ്ട് അബി പറഞ്ഞപ്പോഴാണ് അമ്മുവിന് ബോധം വന്നത്. അത് കേട്ടതും എല്ലാവരും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പെട്ടെന്ന് അമ്മു ആദിയിലേക്ക് ചേർന്ന് നിന്നു. പോടാ അബിയോട് പറഞ്ഞുകൊണ്ട് അമ്മുവിനെ ചേർത്ത് പിടിച്ച് ആദി നടന്നു. അമ്മു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് കൊല്ലണം നിന്നെ. എഡ ദൂർമിരുത്തിയതും ഒരു ഭ്രാന്തിയെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ എല്ലാവരും രാത്രിയിലെ ഫുഡ് കഴിച്ച് അമ്മു ആ സമയത്തൊക്കെയും ആദിയുടെ കൂടെ തന്നെയായിരുന്നു. എല്ലാവരും കിടക്കാൻ വേണ്ടി പോവാനൊരുങ്ങി. ആദി. റൂമിലേക്ക് പോവാൻ നിന്ന ആദിയെ അബി വിളിച്ചു. നീ ചെല്ല്, ഞാനിപ്പോ വരാം. അബി വിളിച്ചതും ആദി അമ്മുവിനോട് പറഞ്ഞു. അമ്മു തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയി. എന്താടാ? ആദി അബിയുടെ തോളിലൂടെ കൈയിട്ട് ചോദിച്ചു. എന്തോന്നാ ആ പൊന്ന മോള്, ഇനിയും ഇവിടെ നിർത്താനാണോ നിന്റെ പ്ലാന്? ദേഷ്യത്തോടെ അബി പറഞ്ഞു. അതിന് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. നീ ഇങ്ങനെ ചിരിച്ചോ? ടൈം ആവട്ടെ പറയാം. ഇപ്പൊ അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല. വേറൊരാൾ കൂടി ഉണ്ട് അവിടെ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട്. ആദ്യം ഇടിച്ചോണ്ട് പറഞ്ഞു. ഓ, നിന്നെ ഞാൻ നമിച്ചിരിക്കുന്നു. പൊക്കോ, ടൈം കളയണ്ട. അബി കൈകൾ കൂപ്പിക്കൊണ്ട് ആദ്യോട് പറഞ്ഞതും ആദ്യം ഒന്ന് ചിരിച്ചു. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ ആദ്യം മുകളിലേക്ക് കയറി. ഇവന് മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ ഈശ്വര. മേലോട്ട് നോക്കിക്കൊണ്ട് അബി പറഞ്ഞു. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കി റൂമിലേക്ക് പോയി. ആദ്യ റൂമിലെത്തിയപ്പോൾ അമ്മ ബെഡിലിരുന്നു കൊണ്ട് രണ്ട് കൈയും താടിയിൽ കുത്തിയിരിക്കുന്നതാണ്. ആ ഇരുത്തം കണ്ടപ്പോൾ ആദിയുടെ ചുണ്ടിലൊരു ചിരിയൊക്കെ വന്നു. ഡോർ അടിച്ചുകൊണ്ട് ആദ്യ അമ്മുവിന്റെ അരികിലിരുന്നു. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കൂടായിരുന്നോ? ആദ്യ ബെഡിലിരുന്ന് അമ്മുവിന്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അതിന് അമ്മ ഒന്നും പറയാതെ ആദിയെ തന്നെ നോക്കി. എന്താ, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ ആദിയേട്ടന്? അമ്മ ചോദിച്ചതിന് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. ഇത്രയ്ക്ക് ഇഷ്ടമായിട്ടെന്താ, ഞാൻ പോയപ്പോൾ കാണാൻ കൂടി വരാഞ്ഞേ? ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ, അമ്മ സങ്കടത്തോടെ പറഞ്ഞു. എന്നോട് ദേഷ്യപ്പെട്ടു പോയതല്ലേ, അപ്പോൾ ശല്യം ചെയ്യരുതെന്ന് കരുതി. ഒരു കുസൃതി ചിരിയോടെ ആദ്യം അവളോട് പറഞ്ഞു. അത് നീ വാ. അത് പറഞ്ഞുകൊണ്ട് ആദ്യം അമ്മുവിന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ടേബിളിന്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയ റിമോട്ടും എടുത്തു. എവിടേക്ക്? അമ്മ നെറ്റിച്ചുളിച്ചോണ്ട് ചോദിച്ചു. അതൊക്കെ പറയാം. അത് പറഞ്ഞുകൊണ്ട് ആ റൂമിലൊരു സൈഡിൽ പോയി. അവിടെയുള്ള കർട്ടൻ ആദ്യം നീക്കി. അമ്മുവിനൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം അവിടെ നിന്നുകൊണ്ട് ആ റിമോട്ടിലൊന്ന് അമർത്തിയതും അവിടെ ഒരു ഡോർ ഓപ്പൺ ആയി വന്നു. അത് കണ്ട് അമ്മു കണ്ണും തള്ളി നോക്കി നിന്നു. അവിടെ അങ്ങനെ ഒരു ഡോറുള്ള കാര്യം അമ്മു അപ്പോഴാണ് അറിഞ്ഞത്. ആർക്കും മനസ്സിലാവുകയുമില്ല. വാ. അമ്മുവിന്റെ കയ്യിൽ പിടിച്ച് ആദ്യം ആ റൂമിന്റെ ഉള്ളിലേക്ക് കയറി. കാലെടുത്ത് വെച്ചതും അവിടെ മൊത്തം ലൈറ്റ് ഓൺ ആവുകയും ചെയ്തു. അതെല്ലാം അമ്മു വായും തുറന്ന് നോക്കിക്കൊണ്ട് ആദിയുടെ കൂടെ നടന്നു. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നിയിരുന്നു അപ്പോൾ അവൾക്ക്. അമ്മുവിന് മുന്നോട്ട് നടക്കുമ്പോൾ കണ്ട കാഴ്ച കണ്ട് അമ്മുവിന്റെ കണ്ണുകൾ തിളങ്ങി. അമ്മുവിന്റെ ഫോട്ടോയും ആദിയും അമ്മുവും നിൽക്കുന്ന ഫോട്ടോയും വലുതായി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അമ്മു കണ്ടത്. അവൾ അറിയാതെടുത്ത കുറെ ഫോട്ടോസ് എല്ലാം ചുമരിൽ വലുതാക്കി തന്നെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അമ്മു ചുറ്റും നോക്കി അതിലൂടെ വിരലോടിച്ചു. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മുവിന്റെ ഓരോ ചലനവും ആദ്യം ഒരു പുഞ്ചിരിയോടെ വീക്ഷിച്ചു. അമ്മു ആദ്യം നിൽക്കുന്നിടത്തേക്ക് നോക്കിയതും ആദിയുടെ പുറകിലെ ചുമരിൽ അമ്മുവിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. അമ്മു ഓടിപ്പോയി ആദിയെ കെട്ടിപ്പിടിച്ചു. ഒരു ചിരിയോടെ ആദി അമ്മുവിനെ ചേർത്ത് പിടിച്ചു. നീ ചോദിച്ചില്ലേ നിന്നെ കാണാൻ വരാത്തത് എന്താണെന്ന്? അതിനുള്ള ഉത്തരമാണിത്.
ഇവിടെ മുഴുവൻ നീയല്ലേ ഉള്ളൂ. നീ പോയ ദിവസം ഞാൻ ഇവിടെയായിരുന്നു. ആദി പറഞ്ഞതും അമ്മു തലയുയർത്തി നോക്കി. ഇതൊക്കെ എപ്പോഴാ? ഈ കാന്താരിയോട് എനിക്ക് എപ്പോ ഇഷ്ടം തോന്നി തുടങ്ങിയോ അന്ന്. അമ്മുവിന്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ആദി പറഞ്ഞു. അമ്മു വിശ്വാസം വരാതെ ആദിയെ നോക്കി. എന്തേ വിശ്വാസമായില്ലേ? പിന്നെ ഇത് നീയാണ് എന്റെ വാവാച്ചി എന്നറിഞ്ഞപ്പോ ചെയ്തതാ. ആദി പുറകിലേക്ക് തിരിഞ്ഞോണ്ട് പറഞ്ഞു. അമ്മുവിന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമറിയാതെ നിന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയോ? ഇങ്ങനൊരു റൂം ഉള്ളത് ഈ റൂം ഉണ്ടാക്കിയ ആൾക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം. ബട്ട് വേറെ ആർക്കും അറിയില്ല. ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി ഒന്നും അവർക്കറിയില്ല. അമ്മ വീണ്ടും ആ ഫോട്ടോയിലൂടെ കണ്ണോടിച്ചു. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ലേ? വാ ഇനി പോവാം. എനിക്ക് ഇന്നിവിടെ കിടക്കണം. ആദിയുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അമ്മു പറഞ്ഞു. ഇവിടെയോ? അതെ. എന്നാ അങ്ങനെ ആവട്ടെ. ആദി പറഞ്ഞതും അമ്മു ആദിയുടെ നെറ്റിയിലെ മുറിവിലൂടെ ഒന്ന് വിരലോടിച്ചു. എന്നിട്ട് അവിടുന്ന് ഉയർന്നു പൊന്തി അവിടെ ഒന്ന് ചുംബിച്ചു. ഒരു താങ്ങിനെന്ന പോലെ ആദി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചിരുന്നു. ആദി അമ്മുവിനെ എടുത്തുകൊണ്ട് ബെഡിൽ കിടത്തി. അധികം വൈകാതെ തന്നെ അവിടെയുള്ള ലൈറ്റ് ഓഫായി ബെഡ് ലാമ്പിന്റെ വെട്ടം തെളിഞ്ഞു വന്നു. ആദി ബെഡിലേക്ക് കിടന്ന് അപ്പോഴും അമ്മു ആദിയിൽ നിന്നും നോട്ടം മാറ്റാതെ ചെരിഞ്ഞു കിടന്നു. ആദിയും അമ്മുവിന് നേരെ ചെരിഞ്ഞു കിടന്നു. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലുടഞ്ഞു. അമ്മു പതിയെ ആദിയിലേക്ക് ചേർന്ന് കിടന്നു. ഉറങ്ങി. ആദി പറഞ്ഞു പൂർത്തിയാകും മുന്നേ അമ്മുവിന്റെ ചുണ്ടുകൾ ആദിയുടെ കീഴ്ചുണ്ടിനെ കവർന്നിരുന്നു. അമ്മുവിന്റെ ആ പ്രവൃത്തിയിൽ ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവന്റെ കൈകൾ അവളുടെ വയറിൽ അമർന്നു. പതിയെ ആദിയും ആ ചുംബനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ താനെ അടഞ്ഞു. രണ്ടുപേരും മത്സരിച്ച് ചുംബിക്കുമ്പോൾ വായിൽ ചോരച്ചവർപ്പും അവരറിഞ്ഞു. അവസാനം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും രണ്ടുപേരും വിട്ടുമാറി ആദിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് അമ്മു കിതപ്പടക്കാൻ ശ്രമിച്ചു. ആദി അമ്മുവിന്റെ പുറത്ത് ഒഴിഞ്ഞുകൊണ്ടിരുന്നു. കിതപ്പൊന്നടങ്ങിയതും അമ്മു തല ഉയർത്തി നോക്കി. കണ്ണിൽ കുസൃതിയോടെ നോക്കുന്ന ആദിയെയാണ് അമ്മു കണ്ടത്. അത് കണ്ടതും അമ്മു ഒന്ന് ഉമിനീരിറക്കി. അപ്പോൾ തന്നെ ആദി ഒരു കാലുകൊണ്ട് ബ്ലാങ്കറ്റ് എടുത്ത് ദേഹത്തേക്കിട്ട് കഴിഞ്ഞിരുന്നു. ഐ നീഡ് യു റൈറ്റ് നൗ. അമ്മുവിന്റെ കാതിൽ ആദി പതിയെ പറഞ്ഞു. അവന്റെ നിശ്വാസം കാതിൽ പതിഞ്ഞതും അമ്മു ഒന്ന് വിറച്ചു. സമ്മതമെന്നോണം അമ്മു ഒന്ന് ഉയർന്നു വന്ന് ആദിയുടെ ചുണ്ടിൽ മുത്തി. അതു മതിയായിരുന്നു അവന്റെ വികാരങ്ങൾ പുറത്തു വരാൻ. ആദ്യ അമ്മുവിന്റെ നെറ്റിയിലും കവിളിലും മൂക്കിൻ തുമ്പിലും ചുംബിച്ചു. അവസാനം തന്റെ ഇണയെ കണ്ടെത്തിയ സന്തോഷത്തിൽ തന്റെ ഇണയോട് കൂടിച്ചേർന്നു. അവന്റെ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവന്റെ ഷർട്ടിൽ അമ്മു പിടിമുറുക്കി. പിന്നെ ആ ചുംബനം എന്തോ തേടി അലയുന്നത് പോലെ അവളുടെ കഴുത്തിലൂടെ അരിച്ചിറങ്ങി. അവളിലേക്ക് അമർന്നു. വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞു മാറുന്നതിനോടൊപ്പം തന്നെ അവരുടെ ശീൽക്കാര ശബ്ദങ്ങളും ആ മുറിയിൽ തട്ടി നീങ്ങി. ആദിയേട്ടാ. അമ്മുവിന്റെ വിളി കേട്ടതും ആദ്യം ഒന്ന് ഉയർന്നു വന്ന് അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ ചുംബിച്ചു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ അവളിലേക്ക് പടർന്നു കയറി. ഒരു തളർച്ചയോടെ ആദ്യ അമ്മുവിന്റെ മാറിലേക്ക് വീണു. ഒരു പുഞ്ചിരിയോടെ ആദിയുടെ മുടിയിലൂടെ വിരലോടിച്ച് അല്പസമയം അങ്ങനെ കിടന്നതിനു ശേഷം ആദ്യ അമ്മുവിൽ നിന്നും വിട്ടുമാറി അവളെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി. പെണ്ണെ. അമ്മുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് ആദി വിളിച്ചു. ആദിയെ മുറുക്കെ പുണർന്നുകൊണ്ട് അമ്മു മൂളി. നിനക്ക് വേദനിച്ചോ? ആദി അത് ചോദിച്ചപ്പോൾ അമ്മു തല ഉയർത്തി ആദിയെ നോക്കി. എന്നിട്ട് ആദിയുടെ നെഞ്ചിലൊന്ന് കടിച്ചു. ആദി വേദന കൊണ്ട് ഞെരങ്ങിയതും അമ്മു കടിച്ച ഭാഗത്ത് ഒന്ന് അമർത്തി ചുംബിച്ചു കഴിഞ്ഞിരുന്നു. വേദനിച്ചു ലേ? അമ്മുവിന്റെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. കുറച്ച്. എന്നാലും. ആദിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാലും? നെറ്റി ചുളിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി ആദി ചോദിച്ചു. എന്നാലും ആ വേദനയിലും ഒരു സുഖമൊക്കെ ഉണ്ട്. അമ്മു ആദിയുടെ നെഞ്ചിൽ കൈകൊണ്ട് കളം വരച്ച് പറഞ്ഞു. ഓഹോ, എന്നാ പിന്നെ ഒരു റൗണ്ട് കൂടെ പോയാലോ? ആദി അമ്മുവിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യോ. അമ്മു ഞെട്ടിക്കൊണ്ട് ആദിയെ നോക്കി. ചുമ്മാ പറഞ്ഞതാടി. ആദ്യ ഒരു ചിരിയോടെ പറഞ്ഞ് അമ്മുവിന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അല്പസമയത്തിനു ശേഷം ഇരുവരും ഉറങ്ങി. രാവിലെ ആദ്യം ഉണർന്നത് ആദിയാണ്. ഇപ്പോഴും ആദിയുടെ നെഞ്ചിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് അമ്മു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 8 മണിയായിരുന്നു. അമ്മുവിനെ നേരെ കിടത്തി അടുത്തു കണ്ട ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ഡി പെണ്ണെ, എഴുന്നേൽക്ക്. എവിടുന്ന്? അമ്മു അറിയണ്ടേ? ഓ ഈ പെണ്ണ്. ആദ്യ തലക്കടിച്ചുകൊണ്ട് ഫ്രഷാകാൻ പോയി. ഫ്രഷായി റൂമിൽ വന്നപ്പോഴും അമ്മു അതേ കിടപ്പ്. ഹലോ മേഡം, എഴുന്നേൽക്കുന്നില്ലേ? ആദിയുടെ തണുത്ത കൈ അമ്മുവിന്റെ മുഖത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോ ആദിയേട്ടാ, എനിക്ക് ഉറങ്ങണം. ആദിയുടെ കൈകൾ തട്ടിമാറ്റി അമ്മു ചിനിങ്ങിക്കൊണ്ട് പറഞ്ഞു. ഡി, ഈ റൂം ലോക്ക് ചെയ്യണം. നീ എഴുന്നേറ്റേ. അത് പറഞ്ഞതും അമ്മു തലയുയർത്തി ആദിയെ നോക്കി. എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വാരിച്ചുറ്റി ഉറക്കപ്പിച്ചോട് കൂടി എഴുന്നേറ്റ് നടന്നു.
അത് കണ്ടപ്പോൾ ആദിക്ക് ശരിക്കും ചിരി വന്നിരുന്നു. ഒരു ചിരിയോടെ തന്നെ ആദിയും പുറകെ പോയി. ആദി ലോക്ക് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മു അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പോകുന്നതാണ് അവൻ കണ്ടത്. ഡി, ആദി പുറകിൽ നിന്ന് വിളിച്ചു. ഇനി എന്താ? തിരിഞ്ഞു നോക്കിക്കൊണ്ട് അമ്മു ചോദിച്ചു. നിനക്ക് ഡ്രസ്സൊന്നും വേണ്ടേ? ആദി പറഞ്ഞപ്പോഴാ അമ്മു ആ കാര്യം തന്നെ ഓർത്തത്. അമ്മു ഒന്ന് വിളിച്ചു കാണിച്ച് ആ സമയം കൊണ്ട് തന്നെ ആദി അമ്മുവിൻ്റെ ഡ്രസ്സെല്ലാം എടുത്തിരുന്നു. അമ്മു അതും വാങ്ങി ഫ്രഷ് ആവാൻ പോയി. ആദി ബെഡിലിരുന്ന് ഫോണിൽ നോക്കിയിരുന്നു. ആദിയുടെ ഫോണിൽ നിന്ന് ജോൺ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ആദി കോൾ ചെയ്തു. ഹലോ സാർ. ഹലോ ജോൺ, എല്ലാം ഓക്കെ അല്ലേ? അതെ സാർ. ഓക്കെ, ബൈ. അങ്ങനെ ആ കോൾ കട്ടായി. അല്പസമയത്തിനു ശേഷം അമ്മു ഫ്രഷായി വന്നു. അമ്മു വന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തല തുവർത്തി. ആദ്യം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഭാര്യയാണ് പോലും, ഭാര്യ. ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ ആദ്യം അമ്മുവിന് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. എന്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലെന്ന്? ആ ഉണ്ട്. ഞാൻ നിന്റെ ഭാര്യയാണോ അതോ നീ എൻ്റെ ഭാര്യയാണോ എന്നെനിക്ക് നല്ല സംശയമുണ്ട്. അമ്മു കണ്ണും തള്ളി ആദ്യം നോക്കി. എന്ത് ഏന്ന്? ഒരു ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന് ബെഡ് കോഫി കൊണ്ടു കൊടുക്കണം, ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? നിന്നെ വിളിച്ചുണർത്തുന്നതേ ഞാനല്ലേ. ഇതുവരെ ഒരു ചായ പോലും എനിക്ക് തന്നില്ല. അമ്മുവിനെ പുച്ഛിച്ചുകൊണ്ട് ആദി പറഞ്ഞതും അമ്മു ആദിയെ കൂർപ്പിച്ചു നോക്കി. ഞാനിന്ന് എഴുന്നേൽക്കാൻ ലേറ്റ് ആയതല്ലേ, അതുകൊണ്ടല്ലേ. ഇതിനു മുന്നേ വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാറില്ലേ? ഓ, ഇന്നലെ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ലല്ലോ, അതല്ലേ? എടി ദുഷ്ടേ, ഞാനാണോടി നിന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തത്? ഉറങ്ങിക്കോളാൻ പറയാൻ വന്ന് എന്നെ കയറി കിസ്സടിക്കാൻ വരുമ്പോൾ ഓർക്കണമായിരുന്നു. എന്നെ വശീകരിച്ചതും പോരാഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ലെന്ന് അല്ലേ? അത് പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? കോഫി വേണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ കൊണ്ടുവരാം, പോരെ? ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അമ്മു വേഗം വിഷയം മാറ്റി. അതും പറഞ്ഞുകൊണ്ട് പോവാൻ നിന്നു. അമ്മുവിനെ ആദ്യം പിടിച്ചു വെച്ച് തൻ്റെ മടിയിലിരുത്തി. വിട്ടേ, ഞാൻ പോയി എടുത്തിട്ട് വരാം. അമ്മുവിൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈകളെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു. ഏയ് വേണ്ട, കോഫി കുടിക്കാനുള്ള ടൈം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക്. അമ്മുവിൻ്റെ കണ്ണിലേക്ക് നോക്കി അവളുടെ ചുണ്ടിന് മീതെ വിരലോടിച്ചുകൊണ്ട് ആദി പറഞ്ഞു. അമ്മു ഒന്ന് ഉമിനീരിറക്കി ആ സമയം. പിന്നെ ഒട്ടും വൈകിക്കാതെ ആദി അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറി. അവളുടെ കൈകൾ ആദിയുടെ തോളിൽ അമർന്നു. അമ്മു, പുറത്ത് ഡോറിൽ തട്ടിക്കൊണ്ട് നിത്യ വിളിച്ചു. ശബ്ദം കേട്ടതും രണ്ടുപേരും അകന്നു മാറി. ഓ ശാപം, കുറച്ച് കുശുമ്പോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. ആദിയുടെ മുഖം കണ്ടപ്പോൾ അമ്മു അറിയാതെ ചിരിച്ചുപോയി. ചിരിക്കൊന്നും വേണ്ട നീ, നിന്നെ ഞാൻ രാത്രി എടുത്തോളാം. ആദ്യം മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മുവിൻ്റെ ചിരി സ്വിച്ചിട്ടതുപോലെ നിന്നു. ആദ്യം അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. ഗുഡ് മോർണിംഗ് ആദി. ഡോറ് തുറന്നതും നിത്യ പറഞ്ഞു. മോർണിംഗ്. അതും പറഞ്ഞ് അവളോടൊന്ന് ചിരിച്ചുകൊണ്ട് ആദ്യ താഴേക്കിറങ്ങി. അപ്പോഴേക്കും അമ്മുവും പുറത്തേക്ക് വന്നിരുന്നു. അങ്ങനെ നിത്യയും അമ്മുവും കൂടെ താഴേക്കിറങ്ങി.